ഇതാ സാർ. പെട്ടെന്ന് അടുത്താ. അതെ അത് പിടിക്കും. ഒന്ന് വേഗം ആകട്ടോ. ഇവിടെ എന്താ പറ്റിയത്? എന്താണ് പറ്റിയത്? വണ്ടി എന്താ ഇവിടെ കിടക്കുന്നത്? നീ കണ്ടൂടെ വണ്ടി ശരിയായിക്കൊണ്ടിരിക്കുക. തന്നോടല്ലേ പറഞ്ഞ മീഡിയാണെങ്കിൽ ഞാനെന്ത് വേണം? ഞങ്ങളെ ജോലി അനുവദിക്കില്ല. വണ്ടി റിപ്പയറായി കിടക്കുക. അതിനിടയ്ക്ക് ഇന്റർവ്യൂ സ്റ്റേറ്റ്മെന്റും എല്ലാവരും കളക്ടർ വന്നോണ്ടിരിക്കുക. എല്ലാവരും കളക്ടർ വരുന്നു. പെട്ടെന്നാവട്ടെ മാഡം. വണ്ടി ബ്രേക്ക് ഡൗൺ ആയി ശരിയായിക്കൊണ്ടിരിക്കുക. ഇനി എത്ര സമയത്തിനുള്ളിൽ ഇത് റെഡിയാവും? മെക്കാനിക്ക് വന്നാലേ വണ്ടി റെഡിയാവും മാഡം. കൊണ്ടിയേരി ഫയർ സ്റ്റേഷനാണ്. ഹലോ മാഡം, നിങ്ങളുടെ അടുത്തുള്ള ഫയർ സർവീസ് വണ്ടി ഇമീഡിയറ്റ് ആയി കാട്ടൂർ വില്ലേജിലേക്ക് അയക്കണം. മന്ത്രിയുടെ വീട്ടിലെ ഫംഗ്ഷന് വണ്ടി പോയിരിക്കുകയാണ് മാഡം. വന്ന ഉടനെ പറഞ്ഞേക്കാം മാഡം. ശരി, ഒന്ന് വേഗം ആവട്ടെ. ഒരു കാര്യം ചെയ്യൂ, ഈ വണ്ടിയെല്ലാം തിരിച്ച് ഇതുവഴി വിടും. അത് നടക്കില്ല മാഡം. സംഭവം നടന്ന സ്പോട്ട് ഇവിടുന്ന് 20 കിലോമീറ്റർ അകലെയാണ്. ഈ വഴിയിലൂടെ 1/2 കിലോമീറ്റർ പോകാൻ പറ്റൂ. പാലം ഒന്ന് പൊളിഞ്ഞു കിടക്കുകയാണ്. എങ്ങനെ 1 മണിക്കൂർ എടുക്കും മാഡം? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഫോൺ വന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ആ കുട്ടി ഒരുപാട് നേരം അതിനുള്ളില്ല. നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ ടീം ആരെങ്കിലും പോയിട്ടുണ്ടോ? 2 നഴ്സസ് പോയിട്ടുണ്ട് മാഡം. ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നിരുന്നു. ഓക്സിജൻ സിലിണ്ടറിൽ സ്റ്റോക്കില്ലെന്ന് അവർ പറയുന്നത്. അപ്പൊ ആ കുട്ടി ഇതുവരെ ഓക്സിജൻ ഇല്ലാതെയാണ് ഇരിക്കുന്നത്. എന്താ സർ, എന്താ പാലം ഇതുവരെ ശരിയാക്കാതിരുന്നത്? മാഡം അത് പിന്നെ ലോക്കൽ പൊളിറ്റിക്സ് ആണ് മാഡം. എല്ലാത്തിലും പൊളിറ്റിക്സ്. ഒരു കുഞ്ഞിന്റെ ജീവൻ വെച്ചാണ് കളിക്കുന്നതെന്ന ചിന്ത പോലും ആർക്കുമില്ല. ഈ നാട് എങ്ങനെ രക്ഷപ്പെടാനാ? ഒരു കാര്യം ചെയ്യും, ഈ മുൾച്ചെടികളെല്ലാം വെട്ടിമാറ്റി വണ്ടി ഇതുവഴി തിരിച്ചുവിടും. എന്റെ മഹാദേവ, എന്റെ കൊച്ചിനെ രക്ഷിക്കണേ. എന്റെ ഭഗവതിയെ, എന്റെ മോളെ കാത്തു രക്ഷിക്കണേ. എനിക്ക് താങ്ങാൻ വയ്യേ. അവര് വരും എന്ന് പറഞ്ഞ് കാത്തിരുന്നിട്ട് കാര്യമില്ല. ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. കുഴിയിൽ വീണത് മന്ത്രിയുടെ MLA കുട്ടിയൊന്നുമല്ല, നമ്മുടെ കുട്ടിയാ. നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ നമ്മൾ തന്നെ പോണം. എല്ലാരും വാ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. നിങ്ങൾ റോഡ് തടേ, നിങ്ങൾ ബസ് തടേ, നിങ്ങൾ ട്രെയിൻ തടേ. അങ്ങനെ ചെയ്താൽ ഇവിടെ എന്ത് സംഭവിക്കും നോക്ക്. അവർ ഉറപ്പായും വരും. അനിയ ഒരു മിനിറ്റ്, നീയും ടെൻഷനായി മറ്റുള്ളവരെയും ടെൻഷൻ ആക്കാതെ. വരുന്ന വഴിക്ക് ഫയർ എഞ്ചിൻ കേടായി പോയി. കൊച്ചു കുഴിയിൽ വീണിട്ട് 1.5 മണിക്കൂറായി. പത്രക്കാരെല്ലാരും വന്നു, നിങ്ങൾക്ക് മാത്രം വരാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല ചേട്ടാ. അനിയ അങ്ങനെ വേർതിരിച്ച് പറയാതെ, ഞാനും നിങ്ങൾ ഒരാൾ തന്നെയാ. ഒന്ന് ക്ഷമിക്കേ. വരുന്ന വഴിക്ക് വണ്ടി കേടായ ഞങ്ങൾ എന്ത് ചെയ്യാനാ? തമിഴ്നാട്ടിൽ ഒരേ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. നില്ല്, നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഒരു തഹസിൽദാരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? നിങ്ങൾ എല്ലാവരും ചോദ്യം ചോദിച്ചോണ്ടിരുന്നാ മതിയോ? ഞങ്ങൾ അതിന് ഉത്തരം പറയണ്ടേ? കേട്ടോടാ, കപ്പലിന്റെ വിട്ടായി വാങ്ങി തരും. എല്ലാരും വാങ്ങി പോക്കല്ലോ വെച്ചോ. ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? സംസാരിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കാതെ.